ഹായ് ഗായ്സ്, ഇന്ന് നമ്മൾ ചീങ്ങേരി ഹിൽസിൻ്റെ മുകളിലേക്ക് ഒരു ട്രെക്കിംഗ് ആണ്. ഇന്ന് വളരെ ആളുകൾക്ക് കുറവാണ് ഇവിടെ. പക്ഷെ നമ്മൾ ഒറ്റയ്ക്ക് കയറും മല. ടിക്കറ്റ് കൗണ്ടറാണ്. മലയിലേക്കുള്ള യാത്ര നമ്മൾ ആരംഭിച്ചിരിക്കുന്നു. കണ്ടോ, മുകളിലേക്ക് കാണുന്ന മല മുഴുവൻ നമ്മൾ കയറി എത്തണം. ചീങ്ങേരി ഹിൽസ് കണ്ടോ. ഇവിടെ നിന്ന് നമ്മൾ പിന്നോട്ടൊന്ന് തിരിഞ്ഞു നോക്കുക. കണ്ടോ, നമ്മുടെ ടിക്കറ്റ് കൗണ്ടറൊക്കെയാണ് അത്. വീണ്ടും മലയിലേക്ക്. ഈ മലേൻ്റെ അപ്പുറത്തെ വലിയ മലയിലേക്കാണ് നമ്മൾ കയറേണ്ടത്. ഇവിടെ നോക്കിയാൽ ആ മല നമുക്ക് കാണാൻ കഴിയില്ല. നടക്കും തോറും ആ മല നമുക്ക് കാണാനായിട്ട് വരും. ദൂരേക്ക് കാണുന്ന മലനിരകൾ. നമുക്ക് നേരെ മുകളിലേക്കാണ് കയറുന്നത്. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഒരു മലയാണ് ഗൈസ്. അമ്പലവയലിൽ നിന്ന് ഒരു 3-4 കിലോമീറ്റർ ഇങ്ങോട്ട് പോകണം. ചീങ്ങേരി ഹിൽസ് എന്ന് പറയുന്ന ഈ മലേൻ്റെ മുകളിലേക്ക്. അമ്പലവയലിൽ നിന്ന് ഈ മല കാണാൻ കഴിയും. ആ മലേൻ്റെ മുകളിലേക്കാണ് നമുക്ക്. ഇത് അവിടെ നിന്ന് പുറത്തേക്ക് കാണുന്നത്. ആ കാണുന്നത്, ആ വെള്ളം കാണുന്നതൊക്കെ നമ്മുടെ കാരാപ്പുഴ ഡാമാണ്. ആ വെള്ളം കെട്ടി കിടക്കുന്നത് കാണുന്നത് മുഴുവൻ. കാരാപ്പുഴ ഡാമിൻ്റെ റിസർവോയറാണ് കാണുന്നത്. മുകളിലേക്ക് ചെല്ലുമ്പോൾ കുറച്ചും കൂടി കാണാം. മലയിൽ നിന്ന് നോക്കുമ്പോൾ അടുത്ത മലയുടെ ദൃശ്യങ്ങളാണ്. നമ്മൾ കുറേ കയറാണ്ട്. ഇനി ഒന്നുമല്ല, ഈ കയറ്റമൊന്നുമല്ല കയറ്റം. ഇനി എത്ര ദൂരം കയറാണ്ടെന്നറിയാം. വരുന്നതിന് തൊട്ട് മുമ്പ് കുറച്ച് 2-3 ആളുകൾ മല ഇറങ്ങി പോകുന്നുണ്ട്. ഉണ്ടോ, അങ്ങ് ദൂരത്തേക്ക് നമുക്ക് കയറാം. നമുക്ക് കയറുന്ന മല ഇപ്പോഴും കാണുന്നില്ല. ഇവിടെ നിന്നും കൂടി കയറി കഴിഞ്ഞാൽ നമുക്ക് കയറുന്ന മല കാണാൻ പറ്റും. അതിൻ്റെ ഒരു ആളുകൾക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതുണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. കൊടി കാണുന്നില്ല, അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് പോവാം. അതാ മല കാണും. മല കാണണ്ട. ഇനി അതിൻ്റെ മുകളിൽ ചെന്നാൽ പിന്നെയും കാണാനുണ്ടോ. ഈ കയറുന്ന വഴിക്ക് നമുക്ക് പിന്നോട്ട് നോക്കിയാൽ ഈ റിസർവോയറിൻ്റെ ഭാഗങ്ങൾ മാത്രമേ കാണാനുള്ളൂ. അതുകൊണ്ടാണ് പിന്നോട്ട് നോക്കുമ്പോൾ നമുക്ക് റിസർവോയർ മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ. അടുത്തുണ്ട് റിസർവോയർ, അടുത്തായിട്ട് കാണുന്നുണ്ട്. ആ പാർക്കൊക്കെ കാണുന്നുണ്ട്. കാരാപ്പുഴ ഈ മലയിൽ കൂടി അങ്ങനെ കയറി പോകണം നമുക്ക് മുകളിലേക്ക്. ആളുകളൊക്കെ വന്നിട്ടുണ്ട്. സ്ത്രീകൾക്ക് കയറാൻ പറ്റും കേട്ടോ. സ്ത്രീകൾക്ക് കയറാനൊക്കെ പറ്റും. അതായത് അധികം പ്രായമൊന്നുമില്ല. ട്രക്കിങ്ങിന് വരുന്നത് എന്ന് പറയുന്നത് അത്യാവശ്യം ആരോഗ്യം ഉള്ളവർക്കല്ലേ, അവർക്ക് കയറാൻ കഴിയും. അത്ര പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവർക്ക്, അംഗവൈകല്യങ്ങളൊന്നും ഇല്ലാത്തവർക്ക് ഈ മല കയറാൻ കഴിയാവുന്നതേ ഉള്ളൂ. കണ്ടോ, ഈ മലയുടെ അപ്പുറ സൈഡിലേക്കുള്ള മറ്റൊരു മലയാണ്. ഒന്ന് 2 ആളുകളൊക്കെ വേണം. പക്ഷേ നമ്മൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന ആളായത് കാരണം നമുക്കതൊരു വിഷയമുള്ള കാര്യമല്ല. ഇപ്പോൾ കുറച്ച് ഇതാരാ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, ഭൂമി പരന്നാന്ന് പറയുന്നത് എത്ര വിട്ടിതാണ്. നമുക്ക് മുകളിൽ കയറുന്നവരും അത് അടുത്തടുത്തേക്ക് വരികയാണ്. നമ്മൾ മുകളിലേക്ക് കയറുന്നവരും റിസർവോയർ കാരാപ്പുഴ തന്നെ അടുത്തടുത്തേക്ക് വരുന്നതായിട്ട് തോന്നുന്നു.
മറ്റേ സൂം ചെയ്യണമെങ്കിൽ ഇപ്പോൾ അടുത്തടുത്തേക്ക് വരുന്ന പോലെ ഇതാ അവിടുത്തെ ഒരു ഹട്ട്. നമ്മൾ ഉണ്ടോ ഇതിലേക്ക് കിടന്നിട്ട് അടുത്ത മലകളൊക്കെ നമ്മൾ മുകളിലേക്ക് കയറിയിട്ട് പുറകോട്ടേക്ക് പിടിച്ചാണ്. ഇവിടെ നോക്ക്, ഇപ്പോൾ സൂമൊന്നും ചെയ്യേണ്ട, അടുത്തേക്ക് വരിക മല. ഭൂമി ഉരുണ്ടതാണ് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം ഉരുണ്ടതാകുമ്പോൾ ഇങ്ങനെ അല്ലേ. ഇനി കയറേണ്ടതാ, കയറൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ കയറൊന്നും പിടിക്കില്ല, അല്ലാണ്ട് കയറും. ഒരു കയറില്ലാണ്ട് നമ്മൾ കയറും. ഇനി നമുക്ക് എത്ര കയറേണ്ടതെന്നറിയോ? ഈ വശം നോക്കിയാൽ നമുക്ക് റിസർവർ മാത്രമേ കാണുന്നുള്ളൂ. റിസർവർ ഏറ്റവും അടുത്ത് വന്ന് പാർക്കൊക്കെ കാണുന്നുണ്ട്. നമുക്കിനി എത്ര ദൂരം കയറാനുണ്ട്? ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ സുഹൃത്തുക്കളായിട്ടുള്ളവരൊക്കെ വരുന്നുണ്ട്. താഴെയുള്ള ആരാധനാലയങ്ങളിലൊക്കെ ഉണ്ട്. ക്ഷേത്രം, പള്ളി. എന്താ ഇതിൻ്റെ മുകളിലേക്ക് ഇനി കയറി പോകണം. നമുക്ക് കയറി പിടിച്ച് കയറണം. നമ്മൾ കയറിയാൽ പിടിക്കുന്നില്ല. വീണ്ടും റിസർവയർ അടുത്തേക്ക് വന്നിരിക്കും. ഇതാ അതിൻ്റെ ഓപ്പോസിറ്റിലെ മല ഇപ്പോൾ കുറച്ച് കാണാൻ തുടങ്ങി. ദൂരത്തേക്കുള്ളതൊക്കെ മുകളിൽ കയറിയപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് കാണാൻ തുടങ്ങി കുറച്ചൊക്കെ. ഇതവിടെ ഒരു റിസോർട്ടാണ്. അതിൻ്റെ മുകളിൽ നമ്മളെത്തി. ആ പ്രൈവറ്റ് റിസോർട്ടാണ്. നമ്മളതിൻ്റെ മുകളിലെത്തി. ഇത് സർക്കാരിൻ്റെ ചീങ്ങേരി ഹിൽസ് എന്ന് പറയുന്നത് സർക്കാരിൻ്റെ അധീനതയിലാണ്. ആ റിസോർട്ടിൻ്റെ മുകളിൽ നമ്മളെത്തി. ആണോ, ഇത് അമ്പലവയലിൻ്റെ ആ ഭാഗങ്ങളാണ്. മലേനെ ഓടിച്ചത് കയറി നമുക്ക് കാണാൻ കഴിയും. ആണോ, നമ്മുടെ മലയിലെത്തിക്കൊണ്ടിരിക്കുകയാണോ ഗൈസ്. നമ്മളങ്ങനെ മലയിൽ എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പം നോക്കി നോക്ക്, മഴ വരുന്നുണ്ട് മൂടിയിട്ട്. മഴ വരുന്നുണ്ട്, അതാണ് കാഴ്ചകളൊക്കെ മങ്ങിയാണ്. പുക വന്നിട്ട് കാഴ്ചകളൊക്കെ മങ്ങിക്കൊണ്ടിരിക്കുക. നമുക്ക് എത്രയും പെട്ടെന്ന് മുകളിലേക്ക് കയറണം. ചീങ്ങേരി ഹില്ലിൻ്റെ മുകളിൽ നിലയിലെത്തണം കേട്ടോ. കണ്ടോ, കുറച്ചൊക്കെ കാണാൻ പറ്റുന്നതൊക്കെ നമുക്ക് കാണാം. കാരണം അത്രയ്ക്ക് കാണാൻ നമുക്ക് പറ്റുന്നില്ല. കാരണം കോടമഞ്ഞ് വന്നിട്ട് എല്ലാം നമ്മുടെ കാഴ്ചകൾ നിറച്ചു മഴയ്ക്ക് മുമ്പ്. ഇപ്പോൾ പെയ്യുന്ന ലക്ഷണമുണ്ട് കേട്ടോ. പെയ്തു നല്ലോണം. അപ്പം അങ്ങനെ പെയ്യട്ടെ. നമ്മളങ്ങ് കയറി ഇറങ്ങി. മഴയാണ്, നല്ല മഴയാണ്. വഴുക്കലൊന്നുമില്ല. ആദ്യത്തെ നമ്മൾ കയറിയിട്ട് പയ്യെ ഇറങ്ങിക്കൊണ്ട് ഗൈസ്. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. ആരും അങ്ങനെ കാണുന്ന തന്നെയില്ല. അപ്പം ഇനി നമ്മൾക്കിനി താഴേക്ക് ഇറങ്ങുകയാണ്. കുറച്ച് മഴയത്തിന് നമ്മൾ ഇവിടുന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല, ഒരു സാധനവും കാണുന്നില്ല. പിന്നെ എന്തിനാ നമ്മളിവിടെ വയ്ക്കണേ അല്ലേ. അപ്പം ഇനി നമുക്ക് താഴോട്ടേക്ക് പോവാം ഗൈസ്. അങ്ങനെ നമ്മൾ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഉണ്ടോ, വലിയ കാഴ്ചയൊന്നും കാണാൻ പറ്റുന്നില്ല, പുകമഞ്ഞാണ്. എന്നാലും കുറച്ചൊക്കെ കാണാമല്ലോ. അപ്പോൾ ഗൈസ്, ഇനിയൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം.